ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ ആനുവൽ എക്സാം സോഷ്യൽ സയൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഈ ഡിസ്കഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ആക്ടിവിറ്റിയും ഡിസ്കസ് ചെയ്യുന്നതിലൂടെ ഓരോ പാഠമാണ് റിവൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റി 1 റിവൈസ് ചെയ്തു, അതിനോടനുബന്ധിച്ച് ചാപ്റ്റർ മുഴുവൻ നമ്മൾ റിവൈസ് ചെയ്തു. അതേപോലെ ആക്ടിവിറ്റി 2 ഡിസ്കസ് ചെയ്തു, അതിനോടൊപ്പം തന്നെ ഫുൾ ചാപ്റ്റർ റിവിഷൻ നമ്മൾ കഴിഞ്ഞു. അതേപോലെ തേർഡ് വീഡിയോയിൽ നമ്മൾ 3ാമത്തെ ആക്ടിവിറ്റി ആയിരുന്നു ഡിസ്കസ് ചെയ്തത്, അതിൻ്റെ റിവിഷനും കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് 4ാമത്തെ ആക്ടിവിറ്റിയാണ്. അപ്പോൾ 4ാമത്തെ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്റർ എന്നാണ് നോക്കാം, എന്നിട്ട് ആ ചാപ്റ്റർ നമുക്ക് റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ആക്ടിവിറ്റി റിവൈസ് ചെയ്യുന്നതിലൂടെ 4 ചാപ്റ്ററാണ് നിങ്ങൾ റിവൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വീഡിയോസ് എല്ലാവരും നിങ്ങൾ കാണുക. അപ്പോൾ ആക്ടിവിറ്റി 1, 2, 3 അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, സോഷ്യൽ സയൻസ് മാത്രമല്ല 6ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ, എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ ലഭ്യമാണ്. ക്ലാസ് 6 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. കൂടാതെ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഉണ്ട്, അതും നിങ്ങൾ കാണുക. കാരണം നമുക്ക് ആനുവൽ എക്സാമിന് ഫുൾ ചാപ്റ്ററാണ് വരുന്നത്. അപ്പോൾ ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യം വരിക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് 4ാമത്തെ ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 4. Majority of the nations in the world have adopted the democratic system of rule. ഇപ്പോൾ ലോകത്തിലെ മിക്കവാറും ബഹുഭൂരിഭാഗം രാജ്യങ്ങളും ഡെമോക്രാറ്റിക് സിസ്റ്റമാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്, സ്വീകരിച്ചിരിക്കുന്നത്. ദിസ് ഈസ് മെയിൻലി ബിക്കോസ് ഓഫ് ദ മെറിറ്റ് ഓഫ് ഡെമോക്രസി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെമോക്രസീൻ്റെ പല മെറിറ്റ്സ് കൊണ്ടുമാണ്. ഓക്കെ, പിക്ക് ഔട്ട് ദ മെറിറ്റ്സ് ഓഫ് എ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഡെമോക്രാറ്റിക്കും നോൺ ഡെമോക്രാറ്റിക്കും അങ്ങനെ 2 ഡിവിഷൻ ഉണ്ട്. അപ്പോൾ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡെമോക്രാറ്റിക് മാത്രം നമ്മൾ എഴുതിയാൽ മതി. റെസ്പെക്റ്റ് ദ ഒപ്പീനിയൻ ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ അഭിപ്രായങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നത് ഏതാണ്? ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിലാണ്. പവർ സെൻട്രലൈസ്ഡ് ഓൺ ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിന് മാത്രമാണ് അധികാരം. ആ അധികാരം ഒരു രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഒരു ഇൻഡിവിജ്വലാണ്. അങ്ങനത്തെ നമ്മൾ ഡെമോക്രാറ്റിക് എന്ന് പറയുക ഒരിക്കലുമില്ല. അപ്പോൾ ഇത് അതിൻ്റെ ഫീച്ചറല്ല. ഇനി നമുക്ക് അടുത്ത നോക്കാം. ഓക്കെ, അടുത്തത് എന്താണ്? റൂളേഴ്സ് ആർ ഇൻഡപ്റ്റഡ് ടു ദ പീപ്പിൾ. അത് ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിൻ്റെ മെറിറ്റാണ്. റൂളേഴ്സ് ആൻഡ് പീപ്പിൾ ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോ. അതും ഡെമോക്രാറ്റിക്കിൻ്റെ അല്ല, അത് നോൺ ഡെമോക്രാറ്റിക്കിൻ്റെ ആണ്. ഇവിടെ എല്ലാവർക്കും ഒരു ലോ ആണ്, അല്ലാണ്ട് റൂളേഴ്സിന് വേറെ ഇൻഡിവിജ്വലിന് വേറെ എന്നൊന്നും ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റില്ല. ഇനി അടുത്തത് ഇൻഡിവിജ്വൽ ഫ്രീഡം പ്രിവൈൽസ്. അത് ഡെമോക്രാറ്റിക്കിനാണ്. ഇമ്പോസ് കൺട്രോൾ ഓവർ കോർട്സ്. നോൺ ഡെമോക്രാറ്റിക്കിൻ്റെ ഫീച്ചേഴ്സാണ് കോർട്ടിൻ്റെ മേലിൽ കൺട്രോൾ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ഡെമോക്രാറ്റിക് എന്ന് നമുക്ക് മനസ്സിലായത്? ഓക്കെ, ഫസ്റ്റ് വൺ റെസ്പെക്റ്റ് ദ ഒപ്പീനിയൻസ് ഓഫ് ദ പീപ്പിൾ. പിന്നെ റൂളേഴ്സ് ആർ ഇൻഡപ്റ്റഡ് ടു ദ പീപ്പിൾ. ഇൻഡിവിജ്വൽ ഫ്രീഡം പ്രിവൈൽസ്. ഇത്രയും 3 എണ്ണമാണ് മെറിറ്റ്സ് ഓഫ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. Which are the important rights ensured to the people by the democratic government of India? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ആർ ദ ഇമ്പോർട്ടൻറ്റ് റൈറ്റ്സ് എൻഷുർഡ് ടു ദ പീപ്പിൾ ബൈ ദ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ? ഇന്ത്യ ഗവൺമെൻറ് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റ്സ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്? അപ്പോൾ നമുക്ക് അതിനു മുമ്പ് ഈ ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റും. നമ്മൾ ഡെമോക്രാറ്റിക്കും അതേപോലെ തന്നെ നോൺ ഡെമോക്രാറ്റിക്കിൻ്റെ ഫീച്ചേഴ്സാണ് ആദ്യം തന്നെ നോക്കിയത്. അപ്പോൾ നമുക്ക് കുറച്ച് കൺട്രീസും ഫോം ഓഫ് ഗവൺമെൻറ് നോക്കാം. ഭൂട്ടാനിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി, ഇന്ത്യയിൽ ഡെമോക്രസിയാണ്, ബ്രൂണയിൽ സൽത്തനേറ്റ് ആണ്, അതേപോലെ തന്നെ മ്യാൻമാറിൽ മിലിറ്ററിയാണ്. ഇവിടെയൊക്കെ എന്താണ് ഡെമോക്രസി ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ ഭൂട്ടാനിൽ, ബ്രൂണയിൽ, മ്യാൻമാറിലൊക്കെ വ്യത്യസ്തമായ ഗവൺമെൻറ്റാണ് ഉള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡെമോക്രസിയും ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും ഇന്ത്യയിലാണ്. ഇനി നമുക്ക് മെറിറ്റ്സ് ഓഫ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് നോക്കാം. ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന്.
റെസ്പെക്റ്റ് ദ ഒപ്പീനിയൻസ് ഓഫ് ദ പീപ്പിൾ. റെസ്പെക്റ്റ് ദ ഒപ്പീനിയൻസ് ഓഫ് ദ പീപ്പിൾ. പീപ്പിളിൻ്റെ അതായത് ജനങ്ങളുടെ ഒപ്പീനിയനെ ബഹുമാനിക്കുന്നു. പ്രൊട്ടക്ട്സ് ദ ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽ. അവരുടെ സ്വാതന്ത്ര്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. റൂളേഴ്സ് ആസ് വെൽ ആസ് ദ പീപ്പിൾ ആർ സബ്ജക്റ്റഡ് ടു ദ സെയിം ലോ. അവിടെ റൂളേഴ്സിന് വേറെ ലോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിന് വേറെ ലോ അങ്ങനെയല്ല, എല്ലാവരും നിയമത്തിന് മുന്നിൽ സമന്മാരാണ്. റൂളേഴ്സ് ആർ ഇൻഡപ്റ്റഡ് ടു ദ പീപ്പിൾ. റൂളേഴ്സ് ജനങ്ങളോട് കടപ്പെട്ടവരാണ്. അപ്പം മെറിറ്റ്സ് ഓഫ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് എന്തൊക്കെയാണ്? റെസ്പെക്ട് ദ ഒപ്പീനിയൻ ഓഫ് ദ പീപ്പിൾ, പ്രൊട്ടക്ട് ദ ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽ, rulers as well as the people are subjected to the same law, rulers are indebted to the people. ഇത്രയാണ് മെറിറ്റ്സ് ഓഫ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ്. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഈ ഒരു ടോപ്പിക്കുമായി കണക്റ്റഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. The following are some of the rights ensured by the democratic government. അതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ലേ. എന്തൊക്കെ റൈറ്റ്സ് ആണ് ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ജനങ്ങൾക്ക് കൊടുക്കുന്ന റൈറ്റ്സ് എന്തൊക്കെയാണ്? റൈറ്റ് ടു ലിവ്, ജീവിക്കാനുള്ള അവകാശം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഫ്രീഡം ഓഫ് സ്പീച്ച്, പ്രസംഗിക്കാനുള്ള സ്വാതന്ത്ര്യം. ഫ്രീഡം ഓഫ് അസോസിയേഷൻ, നമുക്ക് സംഘടിക്കാനുള്ള അവകാശം. എന്തൊക്കെയാണ്? റൈറ്റ് ടു ലിവ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് അസോസിയേഷൻ. ഇത്രയാണ് ദ റൈറ്റ്സ് എൻഷുർഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അതും ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, നിർബന്ധമായി എല്ലാവരും പഠിക്കണം. ഇനി നമുക്ക് അടുത്ത എന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താണെന്ന് നോക്കാം. എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? ഗവൺമെൻറ് ടേക്ക് നെസസറി സ്റ്റെപ്സ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ്, നമുക്ക് കുറച്ച് റൈറ്റ്സ് ഒക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഗവൺമെൻറ് അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെപ്സ് ഒക്കെ എടുക്കും, ആവശ്യമായ നടപടിക്രമങ്ങൾ എടുക്കും. അപ്പോൾ ഗവൺമെൻറ് ടേക്ക് നെസസറി ആക്ഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ്. For this, every country incorporate a list of rights in their constitution. അപ്പോൾ അതിനു വേണ്ടി എല്ലാ രാജ്യത്തും ഒരു കുറച്ച് ലിസ്റ്റ് ഓഫ് റൈറ്റ്സ് ഉണ്ടാവും, അവരുടെ ഭരണഘടനയിൽ ലിസ്റ്റ് ഓഫ് റൈറ്റ്സ് ഉണ്ടാവും. ദിസ് ലിസ്റ്റ് ഇസ് നോൺ ആസ് ബിൽ ഓഫ് റൈറ്റ്സ്. ഇതിനെ ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് പറയുക. ദ ബിൽ ഓഫ് റൈറ്റ്സ് ഇൻ ഇന്ത്യ ഈസ് നോൺ ആസ് ബൈ ദ നെയിം ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. നമ്മുടെ ഇന്ത്യയിൽ ഈ ബിൽ ഓഫ് റൈറ്റ്സ് അറിയപ്പെടുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ ദ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ ആശയം തന്നെയാണ്. മറ്റുള്ള രാജ്യങ്ങളിൽ ബിൽ ഓഫ് റൈറ്റ്സ് ആണ് പൗരന്മാരുടെ അവകാശങ്ങളുണ്ട്. നമ്മുടെ അവകാശത്തിന് മറ്റുള്ള രാജ്യങ്ങളിൽ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണെന്ന് പറയാം. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്, അതുകൊണ്ടാണ് ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. ഗവൺമെൻറ് ടേക്ക് നെസസറി സ്റ്റെപ്സ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ്. ഫോർ ദിസ് എവറി കൺട്രി ഇൻകോപ്പറേറ്റ്സ് എ ലിസ്റ്റ് ഓഫ് റൈറ്റ്സ് ഇൻ ദെയർ കോൺസ്റ്റിറ്റ്യൂഷൻ. ദിസ് ലിസ്റ്റ് ഈസ് നോൺ ആസ് ദ ബിൽ ഓഫ് റൈറ്റ്സ്. ദ ബിൽ ഓഫ് റൈറ്റ്സ് ഇന്ത്യ ഈസ് നോൺ ബൈ ദ നെയിം ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ പറ്റിയിട്ട് വൺ വേർഡ് ക്വസ്റ്റ്യൻസേ വരികയുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ട്രൂ ഓർ ഫാൾസ് ഒക്കെ ചോദിച്ചാൽ നമുക്കത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ദ ഫോർമേഷൻ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് പ്രൊട്ടക്റ്റിംഗ് ഹ്യൂമൻ റൈറ്റ്സ് അറ്റ് ദ നാഷണൽ റൈറ്റ്സ്. അപ്പോൾ മനുഷ്യൻ്റെ അവകാശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് എന്ത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നിലവിൽ വന്നത്. എന്താണ്? ഇൻ ദ ഡയറക്ഷൻ ഓഫ് പ്രൊട്ടക്റ്റിംഗ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ദ നാഷണൽ ലെവൽ. നാഷണൽ ലെവലിൽ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാം. സ്റ്റേറ്റ് ലെവലിൽ വേറെ ഉണ്ട്, അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്. നാഷണൽ ലെവലിൽ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു സംഘടനയാണ് അല്ലെങ്കിൽ ഒരു കമ്മീഷനാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ദിസ് കമ്മീഷൻ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ലോ പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ് ഇൻ 1993. ഇപ്പോൾ 1993 നമ്മുടെ ഇന്ത്യയിലെ പാർലമെൻറ്റ് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ലോ. അത് 1993 അത് എന്തിനാണ്? മനുഷ്യൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ലോ ആണ്. ഇതൊക്കെ വൺ വേർഡേ ഉള്ളൂ, ഒരൊറ്റ മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ദ കമ്മീഷൻ കംപ്രൈസസ് ഓഫ് 5 മെമ്പേഴ്സ് ഇൻക്ലൂഡിംഗ് ദ ചെയർമാൻ, റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് വിൽ ബി ദ ചെയർമാൻ ഓഫ് ദ കമ്മീഷൻ. അപ്പം 5 മെമ്പേഴ്സ് ഉണ്ടാവും, ചെയർമാൻ ഉണ്ടാവും, ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമുക്ക് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ പറയാനുള്ളത്. ഇതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്താണ്? 1993 ഓർമ്മിച്ച് വെക്കുക, ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ലോ. ഇനി നമുക്ക് വേറൊരു ടോപ്പിക്കും കൂടി പറയാനുണ്ട്.
ഹ്യൂമൻ റൈറ്റ്സ് ആർ ദോസ് ദാറ്റ് എവറി ഹ്യൂമൻ ഈസ് എൻറ്റൈറ്റിൽഡ് ടു. ഇപ്പോൾ എല്ലാ മനുഷ്യന്മാർക്കും ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ അവകാശങ്ങൾ എല്ലാവർക്കും അത് ബാധകമാണ്. ഹിയർ ആർ ദ ഫ്യൂ റൈറ്റ്സ് ഇൻക്ലൂഡഡ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് വിച്ച് എക്സിസ്റ്റഡ് 10th December 1948. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റും ഇയറുമാണ്. അത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. PSC പോലെയുള്ള എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ക്വിസ് കോമ്പറ്റീഷനൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. 10th December 1948 യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശ പ്രഖ്യാപനം ഉണ്ടായത്. എപ്പോഴാണ്? 10th December 1948 യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അത് എന്നാണ് നിലവിൽ വന്നത്? 10th December 1948. ഓക്കെ, അതിൽ നമുക്ക് എന്തൊക്കെ റൈറ്റ്സ് ആണ് തന്നത്? റൈറ്റ് ടു ലീവ്, റൈറ്റ് ടു ഫ്രീഡം ഓഫ് അസോസിയേഷൻ. ഓക്കെ, അത്രയും. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ റൈറ്റ്സാണ് ഇത്രയും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ചിൽഡ്രൻസ്, അതായത് കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിയമം. ഓരോന്നായിട്ട്, അതായത് മനുഷ്യർക്ക് മൊത്തത്തിൽ ബാധകമായിട്ടുള്ള ഒരു നിയമമാണ് 10th December 1948 ഉണ്ടായത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ട അവകാശങ്ങളാണ്. ഇനി കുട്ടികൾക്ക് മാത്രമായിട്ട് കുറച്ച് റൈറ്റ്സ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ദ റൈറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് ആക്ട് 2009 RTE ആക്ട് പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ് ഹൈലൈറ്റ്സ് ദിസ്. ഇറ്റ് എൻഷുർസ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 6 to 14. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏജ് ഗ്രൂപ്പ് നോട്ട് ചെയ്യുക. 6 to 14, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും അതേസമയം സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണം. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. ഫ്രീ ആയിരിക്കണം, അതേപോലെ തന്നെ നിർബന്ധിതമാക്കുകയും വേണം. അതെന്താണ്? ഏജ് ഗ്രൂപ്പ് 6 to 14. ഈ ഒരു ആക്ടിന് പറയുന്ന പേരാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഓഫ് 2009 RTE ആക്ട്. അപ്പോൾ RTE ആക്ട് എന്താ പറയുന്നത്? ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ദ ചിൽഡ്രൻ ഓഫ് ഏജ് ഗ്രൂപ്പ് 6 to 14. അപ്പോൾ എന്താണ്? ഇത് ആർക്കുള്ളതാണ്? ഇത് ചിൽഡ്രൻസിനുള്ളതാണ്, കുട്ടികൾക്കുള്ളതാണ്. നമ്മളിവിടെ പറഞ്ഞതായിരിക്കാണ് മൊത്തം ജനതക്ക്, ഹ്യൂമൻ റൈറ്റ്സിന്. ഓക്കെ, ഹ്യൂമൻസിന്. ഓക്കെ, ഇനി അടുത്തതാണ് ഈ ഒരു ഇത് നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വുമണ്, സ്ത്രീകൾക്ക് ഉള്ളതാണ്. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. തുല്യ ജോലി തുല്യ വേതനം. അല്ലാണ്ട് സ്ത്രീകൾക്ക് മാത്രം വേതനം കുറച്ച് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ്? സ്ത്രീകളുടെ നിയമത്തിൽ എന്താ പറയുന്നത്? സ്ത്രീകളുടെ റൈറ്റാണ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. ഇനി ഈക്വൽ സ്റ്റാറ്റസ് ഇൻ സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സ്ഫിയർ. ഈക്വൽ സ്റ്റാറ്റസ് ഇൻ സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സ്ഫിയേഴ്സ്. എല്ലായിടത്തും എന്താണ്? ഈക്വൽ സ്റ്റാറ്റസ് സ്ത്രീകൾക്കും കൊടുക്കണം. എവിടെയൊക്കെ? എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സ്ഫിയേഴ്സ്. ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു യൂട്ടിലൈസ് സ്കോളർഷിപ്പ് ആൻഡ് എഡ്യൂക്കേഷണൽ അസിസ്റ്റൻറ്റ്. ഇപ്പം വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ സ്കോളർഷിപ്പ് കിട്ടാൻ അതൊക്കെ എല്ലാവർക്കും, സ്ത്രീകൾക്കും പുരുഷനും ഒരേപോലത്തെ, പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും ഒരേപോലുള്ള അവസരങ്ങൾ കൊടുക്കണം. അപ്പോൾ എന്താണ്? സ്ത്രീകൾക്കുള്ള അവകാശങ്ങളാണ്, റൈറ്റ്സാണ്. ഇത് പറഞ്ഞത് എന്താണ്? ഇത് നമ്മൾ കുട്ടികൾക്കുള്ള അവകാശമാണ്. ഇത് മൊത്തം ലോകത്തിനുള്ള അവകാശങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. ഈ ഒരു ചാപ്റ്ററിൽ വളരെ കുറഞ്ഞ പോയിൻറ്റ്സോട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഡെമോക്രാറ്റിക്കും ഉണ്ട്, നോൺ ഡെമോക്രാറ്റിക്കും ഉണ്ട്, അല്ലേ? ഡെമോക്രാറ്റിക്കും ഉണ്ട്, നോൺ ഡെമോക്രാറ്റിക്കും ഉണ്ട്. അപ്പോൾ നോൺ ഡെമോക്രാറ്റിക് എവിടേക്കാണ് നമ്മളൊന്ന് പഠിച്ചു, അല്ലേ? നേപ്പാൾ, അതേപോലെ ബ്രൂണെ ഒക്കെ വേറെ ടൈപ്പ് ഗവൺമെൻറ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? പിന്നെ നമ്മൾ ഇവിടെ നോക്കാം. ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിനുള്ളതാണ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ്. പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സിൽ, ഈ റൈറ്റ്സിൽ ഹ്യൂമൻ റൈറ്റ്സ് നമ്മൾ പറഞ്ഞു, അല്ലേ? യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷൻ. ചൈൽഡ് റൈറ്റ് നമ്മൾ പറഞ്ഞു, അല്ലേ? നിർബന്ധിതവും ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ദ ചിൽഡ്രൻ അറ്റ് ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 6 to 14. പിന്നെ നമ്മൾ വുമൻ്റെ പറഞ്ഞു, ഈക്വൽ വർക്ക് ഈക്വൽ പേ. അതേപോലെ തന്നെ അതൊക്കെയാണ് നമ്മൾ റൈറ്റ്സ്, 3 റൈറ്റ്സിനെ കുറിച്ചും അതിൻ്റെ നിയമങ്ങളെക്കുറിച്ചും അത് വന്ന വർഷത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഓരോന്ന് തന്നെ ഉള്ളൂ പഠിക്കാനുള്ളത്. അതൊക്കെ നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കുക. പിന്നെ ഇവിടെ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ഡയഗ്രാമാണ്. ഇവിടെ റൈറ്റ്സ് ആർ ലിമിറ്റഡ് ആണ്. ഈ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിൽ എന്താണ്? റൈറ്റ്സ് ഇതേപോലത്തെ റൈറ്റ്സ് ഇല്ല, റൈറ്റ്സ് ആർ ലിമിറ്റഡ്.
അല്ലേ? റൈറ്റ്സ് ആർ ലിമിറ്റഡ്. അവിടെ ഇൻഡിവിജ്വലിന് വ്യക്തികൾക്ക് പ്രത്യേക സ്വാതന്ത്ര്യമൊന്നുമില്ല. ഡെമോക്രാറ്റിക് ഉള്ള പോലെ വ്യക്തികൾക്ക് പ്രത്യേക സ്വാതന്ത്ര്യങ്ങളൊന്നുമില്ല. അവരുടെ റൈറ്റ്സൊക്കെ ലിമിറ്റഡ് ആണ്. അവിടുത്തെ ഹെഡ് എന്താണോ പറയുന്നത് അതുപോലെയാണ് അവരുടെ ജീവിതം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യയിലൊന്നും അങ്ങനെയല്ല. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇപ്പോൾ നിങ്ങൾ മനസ്സിലായല്ലോ, വിച്ച് ആർ ദ ഇമ്പോർട്ടൻറ്റ് റൈറ്റ്സ് എൻഷുർഡ് ടു ദ പീപ്പിൾ ബൈ ദ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇതാണ് റൈറ്റ് ടു ലീവ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് അസോസിയേഷൻ. അപ്പോൾ ഒരു 10 പോയിൻറ്റ്സ് ഒക്കെ ഉള്ളൂ നമുക്കിതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമ്മൾ 4 ആക്ടിവിറ്റീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് 5ാമത്തെ ആക്ടിവിറ്റീൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. എർത്ത് പ്രൊവൈഡ്സ് ഇനഫ് ടു സാറ്റിസ്ഫൈ എവറി മാൻസ് നീഡ്സ് ബട്ട് നോട്ട് എവറി മാൻസ് ഗ്രീഡ്. ഗാന്ധിജി. എന്താ പിന്നെ ചോദിച്ചിരുന്ന വാട്ട് ഈസ് ദ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് റിസോഴ്സ് കൺസർവേഷൻ. വാട്ടർ ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് നാച്ചുറൽ റിസോഴ്സസ്. വി യൂസ് വാട്ടർ ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി ഷുഡ് ബി കൺസേർവ്ഡ്. വിച്ച് ആർ ദ മെഷേഴ്സ് ദാറ്റ് യു അഡോപ്റ്റ് ടു റിഡ്യൂസ് ദ യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ യുവർ ഹോം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസും ആ ചാപ്റ്ററിൻ്റെ മുഴുവൻ റിവിഷനും നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതേപോലെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടോ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനും ആ ചാപ്റ്റർ റിവിഷനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങൾ അറിയിക്കണം. ഓക്കെ, താങ്ക് യു my friends.